പ്രതികരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ബസ്സിൽ ഒരാൾ തോണ്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു തോണ്ടണമെന്നോ? ഈ കുട്ടി ആരെങ്കിലും തോണ്ടി, ആ എന്നെ തോണ്ടിയില്ലേ? അല്ല, ഈ തോണ്ടലിന്റെ ഞാനിത് കാണിച്ചു തരാം. ഞാൻ ഇതിലൊരു എക്സ്പെർട്ടാണ്. ഇത് കാണിക്കാൻ ഇതിന്റെ രീതി പറഞ്ഞുതരാം. ഇങ്ങനെ നിൽക്കുന്നു, ഒരാൾ വരുന്നു, ബാക്കിൽ നിൽക്കുന്നു. ആദ്യം ആ മനുഷ്യനൊന്ന് തോണ്ടും. ഇതൊരു സിഗ്നലാണ്. ഞാനിവിടെ ഉണ്ട്, താങ്കൾക്ക് താല്പര്യമാണെങ്കിൽ തുടരാം. അപ്പൊ നമ്മളെന്താ പറയാ? എവിടെയായിരുന്നു ഇത്ര നേരം? ഇറങ്ങാനുള്ള സ്റ്റോപ്പായില്ലേ? അങ്ങനെയല്ലല്ലോ പറയാ. അല്ല, നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടിലേക്ക് പോകും. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഫ്രണ്ടിലേക്ക്. നിനക്ക് എങ്ങനെ അറിയാം? ഫ്രണ്ടിലേക്ക് വരും. അപ്പൊ ഈ കുട്ടി ബാഗ് ഇവിടെ എടുത്ത് വയ്ക്കും. അപ്പൊ അയാൾ ബാഗൊക്കെ മാറ്റി വഴിയൊക്കെ ക്ലിയർ ആക്കി. പിന്നെ ശല്യവും. അപ്പൊ ഈ കുട്ടി പറയാം, പ്രതികരിക്കണമല്ലോ. അപ്പൊ ഈ കുട്ടി അടുത്തുള്ളവരോട് പറയും, എടി ഒരുത്തൻ തോണ്ടുന്നുണ്ട്. അപ്പൊ ടീമിലെ ലീഡർ പറയും, ടൂൾസ് എടുക്കുക. ടൂൾസ് എന്താ ടൂൾസ്? ആ സേഫ്റ്റി പിൻ. എന്നിട്ട് ടൂൾസ് അവിടുന്ന് കൈമാറ്റം ചെയ്ത് നമ്മളടുത്ത് എത്തും. എന്നിട്ട് നമ്മളോട് കുത്തി കൊല്ലവനെ. എന്നിട്ട് നമ്മളിങ്ങനെ കുറെ കുത്തി നോക്കുമ്പോ കണ്ടക്ടർ പറയും, ഈ ബാഗിലിട്ട് കുത്തല്ലേ. അതായത് ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. തോണ്ടിയവരെന്ത് ചെയ്യണം പറ? ആയുധം നിങ്ങളുടെ കയ്യിലുണ്ട്. അടിയൊന്നുമല്ല, പല്ലോ കടിക്ക. തോണ്ടി കഴിഞ്ഞ ഇങ്ങോട്ട് പോവാ. നാവ്. അതൊന്നല്ല, നിങ്ങളുടെ കണ്ണ്. യെസ്, അതെ. ഒരാൾ തോണ്ടിയാ എന്ത് ചെയ്യണമെന്ന് അറിയോ? ആദ്യം ബഹളം വെക്കരുത്. ഇന്നാള് ഞാൻ ബസ്സിൽ കണ്ടതാ, ഒരു ലേഡി ഇങ്ങനെ കുറെ നേരം എടുത്തോണ്ട് എന്താ വലിക്കരുത്, ഈ ചുരിദാർ വേണോ? അപ്പൊ അയാൾ പറഞ്ഞു വേണം. ചെരുപ്പെടുത്ത് അടിക്കുക, അങ്ങനൊക്കെ ഉണ്ട്. പണ്ട് ഇപ്പുണ്ടോ ഒരു ചെരുപ്പെടുത്തിട്ട് അടിച്ചു, എന്നിട്ട് ഒറ്റ കല്ല് ഇങ്ങനെ പോണാണ്. അതൊന്നല്ല, തിരിഞ്ഞു നിന്നൊരു നോട്ടം നോക്കിയാൽ മതി. എങ്ങനെ നോക്കണമെന്ന് അറിയോ? അയാൾ ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെയാണ് തിരിഞ്ഞിട്ട് അയാളുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കരുത്. അങ്ങനെയല്ല, കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത. പതുക്കെയാണ് തിരിഞ്ഞ് ആ കണ്ണിലേക്ക് നോക്കിയിട്ട്, കുറച്ച് നേരമായല്ലോ താങ്കൾ തോണ്ടുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചാൽ ഉറപ്പാണ് മക്കളെ അയാൾ പറയും, ഓ സോറി, ഞാൻ അത്. ദൈവം സഹായിച്ച് നിങ്ങൾക്കിത് പരീക്ഷിക്കാനുള്ള ധാരാളം അവസരങ്ങൾ കിട്ടട്ടെ. നമ്മൾ പ്രതികരിക്കണതേ, നമ്മളല്ലേ അവകാശമുള്ളത്. നിങ്ങളിങ്ങനെ വെറുതെ അസ്വസ്ഥനായിരിക്കേണ്ട ആവശ്യം ഇല്ല. പ്രതികരിക്കണം.